മാമ ഇന്നും ലേറ്റ് ആയി. ജെനി അല്ല ഇന്ന് ക്ലാസ്സിൽ കയറണം. മാമ അല്ലേ വേണ്ട, നീ ക്ലാസ്സിൽ കയറിക്കോ. മാമനെ വൈകിട്ട് വിളിക്കാൻ വരാം. ഓക്കെ ബൈ. മാമ എന്താ സഖാവേ, നാട് നന്നാക്കാനുള്ള ഓട്ടത്തില് വീട്ടിലുള്ളവർക്ക് മറന്നോ? പേടിക്കേണ്ട സഖാവേ, ഈ സ്കൂൾ കോമ്പൗണ്ടിനകത്ത് ഓരോ കുട്ടിയെ സുരക്ഷരാ. കാരണം ഇവിടെ PTA ഭരിക്കുന്നത് ഞാനാ. ജെനി മാമ സ്കൂളിൽ വെച്ചൊരു അങ്കിളിനെ കണ്ടില്ലേ? ആ അങ്കിൾ ചീത്തയാ. ആ അങ്കിളിന്റെ മേലെ ബാഡായിട്ട് ടച്ച് ചെയ്തു മാമ. മാഷേ, എട്ടും പൊട്ടും തീരാത്തൊരു പെങ്കൊച്ചിന്റെ വാക്ക് കേട്ടിട്ട് നിങ്ങൾ എന്നെ വില്ലനാക്കണം. അല്ല, ഈ ഗുഡ് ടച്ചും ബാഡ് ടച്ചും ഒക്കെ തിരിച്ചറിയുള്ള പ്രായം ഈ കുട്ടിക്കായിട്ടുണ്ടോ? ഇതിവിടെ തീരണം, അല്ലെങ്കിൽ രക്തസാക്ഷിയായ നിന്റെ തന്തയുടെ അതേ വഴിയായിരിക്കും നിനക്ക്. കമ്മ്യൂണിസം കളിച്ചിരുന്നപ്പോ നീ ഓർത്തില്ലല്ലോടാ, ഒരു ആവശ്യം വരുമ്പോ ഇങ്ങോട്ട് തന്നെ ഓടി വരേണ്ടി വരുന്നു. നിന്റെയൊക്കെ കാല് പിടിച്ചിറക്കാൻ വേണ്ടി വന്നതല്ല ഞാൻ ഇങ്ങോട്ട്. എന്റെ കൊച്ചിനെ തൊട്ടത് ഈ പാർട്ടിയിലുള്ളവനാ. അത് ഈ പാർട്ടിയും കൂടി അറിഞ്ഞിട്ടാണെങ്കിൽ അവനെ കത്തിക്കുന്ന കൂട്ടത്തില് ഈ പാർട്ടി ഓഫീസ് കൂടി ഞാനവിടെ കത്തിക്കും. അറിയാലോ, ആ പഴയ കമ്മ്യൂണിസ്റ്റുകാരന്. നീ ഈ പാർട്ടി ഓഫീസറുടെ കാര്യം ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഈ പാർട്ടിക്കും ഞങ്ങൾക്കുള്ള മനുഷ്യത്വം കൊണ്ടാ. അതുകൊണ്ട് പറയാ, കൂട്ടത്തിൽ ഒരുത്തം ചെയ്ത് തെറ്റിന് പാർട്ടിയിലുള്ള എല്ലാവരെയും ആ കണ്ണി കാണരുത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പൊട്ടാസ്യം സൈനൈഡ് അകത്ത് നിന്നിട്ടുണ്ട്. പറ്റിപ്പോയി. ഇനി നീ ഇതിന്റെ പിന്നിൽ നടന്നിട്ട് മീഡിയക്കാർ തണ്ടികൾക്കും നാട്ടുകാർക്കും വെറുതെ കമ്പിക്കഥ പറയാനുള്ള ഒരു അവസരം ഉണ്ടായി കൊടുക്കണ്ട. നമ്മൾ രണ്ടെണ്ണം അടിച്ച് പിരിയുമ്പോ എല്ലാം ഇവിടെ തീരണം. നീ പോയി ഫ്രിഡ്ജിൽ പോയി വെള്ളം എടുത്തോളൂ. പെൺമക്കളെ തൊടാൻ നിന്റെ കൈ ധരിക്കുമ്പോ ഓർക്കണായിരുന്നു ആ വീട്ടിലെ ആൺപിള്ളേരുണ്ടാവും. എപ്പോഴാ അടക്കം? നേതാവ് PTA പ്രസിഡന്റ് ബോഡി മോർച്ചറിയിൽ മിസ്സിംഗ് ആയിരിക്കുന്നു.